പാലക്കാട് അഡ്ജസ്റ്റ്മെന്റ് എന്ന അൻവറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപി. അൻവറിന്റെ ആരോപണങ്ങൾക്ക് സിപിഎം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് സി കൃഷ്ണകുമാർ. 8 വർഷം ഒപ്പമുണ്ടായിരുന്ന ആൾ സ്വർണ്ണക്കടത്തുകാരനാണെന്ന് സിപിഎം തന്നെ പറഞ്ഞതാണ്. AK ബാലൻ ഉൾപ്പെടെ ഷാഫി പറമ്പിൽ വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ബിജെപി വിജയിക്കാതിരിക്കാനാണ് തെറ്റായ ആരോപണവുമായി രംഗത്തെത്തിയതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. PV അൻവർ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPയും CPMും തമ്മിൽ ഡീലാണെന്ന തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ചേരുകയാണ്. ഇത്തരമൊരു ആരോപണത്തെ എങ്ങനെയാണ് അതിന് കാണുന്നത്? CPM ആണ് ഈ ആരോപണത്തിന് മറുപടി പറയേണ്ടത്. കാരണം കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് CPMന്റെ MLA ആയിരുന്ന അൻവറേയും അൻവറിൻ്റെ കൂട്ടാളികളെ സംബന്ധിച്ചെല്ലാം വലിയ ആരോപണമാണ് മുഖ്യമന്ത്രി തന്നെ ഉന്നയിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇതൊക്കെയായിട്ടുള്ള ബന്ധങ്ങൾ സംബന്ധിച്ച്. അപ്പോൾ CPMൻ്റെ അകത്തെ പ്രശ്നങ്ങളാണ് അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള പ്രധാന കാരണം. അകത്തുള്ള സ്വർണ്ണക്കള്ളക്കടത്തുകാരും സ്വർണം പൊട്ടിക്കലുകാരും തമ്മിലുള്ള തർക്കമാണെന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. പാലക്കാടത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ സാറെ പരാജയപ്പെടുത്താൻ CPMും കോൺഗ്രസും തമ്മിൽ ഒന്നു ചേർന്നത് പാലക്കാടിലെ ജനങ്ങൾക്കറിയാം. CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തോതിലാണ് UDFന് അനുകൂലമായിട്ട് വോട്ട് മറിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിലിൻ്റെ വിജയപ്രഖ്യാപനം ഉണ്ടായതും UDFൻ്റെ നേതാക്കളല്ല, UDFൻ്റെ പ്രവർത്തകരല്ല. ഏറ്റവും അധികം സന്തോഷിച്ചത് AK ബാലനെ പോലെയുള്ള CPMൻ്റെ മുതിർന്ന നേതാക്കളും DYFI പ്രവർത്തകരാണ്. പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോലും ഷാഫി പറമ്പിലിനെ അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ DYFIക്കാരും CPMൻ്റെ പ്രവർത്തകരെല്ലാം ഇട്ടിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള വിജയരാഘവനെ മത്സരിപ്പിച്ച് ശ്രീകണ്ഠനെ വിജയിപ്പിക്കാനായിട്ട് വ്യാപകമായിട്ട് വോട്ട് മുറിച്ചത് CPM ആണ്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഇന്ത്യ സഖ്യമാണ്. CPMും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധമായിട്ടുള്ള സഖ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. പാലക്കാട് UDFന് അനുകൂലമായിട്ട് CPM വോട്ട് ചെയ്യും, മലമ്പുഴയിൽ CPMന് അനുകൂലമായിട്ട് UDF വോട്ട് ചെയ്യും. അത് കാലാകാലങ്ങളായിട്ടില്ല. കഴിഞ്ഞ 2016ലെയും 2021ലെയും എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ മതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50,000-ഓളം വോട്ട് കിട്ടുന്ന മലമ്പുഴയിൽ കിട്ടുന്ന UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35,000 വോട്ടാണ്. MP രാജേഷിന് 2019 ഇവിടെ കിട്ടിയത് 44,000 വോട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ CPMന് ഇവിടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയത് 36,000 വോട്ട്. ഈ 8,000 വോട്ട് എവിടേക്കാണ് പോകുന്നത്? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPMന് 34,000 വോട്ടാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. അപ്പോൾ ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം പാലക്കാട് ജില്ലയിൽ 2015 BJP പാലക്കാട് നഗരസഭ ഭരിക്കാൻ തുടങ്ങിയത് മുതലുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് അകത്തും പുറത്തും ഇവരൊന്നാണ്. ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ പോലും ഒരു 5,000 വോട്ടോളം CPMന് കുറവ് വന്നിരുന്നു. അത് എന്നിട്ടാണ് അദ്ദേഹം 3,000 വോട്ടിനെ പരാജയപ്പെട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MP രാജേഷിന് 44,000 വോട്ട് ലഭിച്ചിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ കിട്ടിയത് 36,000 വോട്ടാണ്. 8,000 വോട്ടിൻ്റെ കുറവാണ് വന്നത്. അപ്പോൾ ഇത്രയും വലിയ ചോർച്ച CPMൽ കാലാകാലങ്ങളായിട്ട് BJP വിജയിക്കുന്നുള്ള ഘട്ടം വരുന്ന സമയത്ത് പാലക്കാട് ഉണ്ടാവാറുണ്ട്. രണ്ടാളും തമ്മിൽ ഇവർ തമ്മിലാണ് സഖ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ അവിശുദ്ധ സഖ്യം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. CPMന് ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ CPM നിർത്തുക. കാരണം അവരെ സംബന്ധിച്ചോളം BJPയെ പരാജയപ്പെടുത്തുകയാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ BJPയെ പരാജയപ്പെടുത്തണമെങ്കിൽ UDFനെ സഹായിക്കുക. അതുവഴി ഈ ഡീലിംഗ് ഒക്കെ അറിയുമെങ്കിൽ അതിനൊന്ന് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ്. എന്താണ് ഇവിടെ BJP വിജയിക്കുന്നുള്ള ഒരു ഭീതി പരത്തി ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കാനുള്ള ഒരു ഉപകരണമായിട്ട് UDFും LDFും തമ്മിൽ ആസൂത്രിതമായിട്ട് അൻവറിനെ ഉപയോഗിക്കുകയാണ്. ഏതായാലും ഈ അൻവറിൻ്റെ ആരോപണം അതേതായാലും കാലാകാലങ്ങളായി പാലക്കാട് CPMും കോൺഗ്രസും തമ്മിലാണ് അവിശുദ്ധ കൂട്ടുകെട്ട് ഉള്ളത്. ഇത്തവണയും അത്തരത്തിലൊരു ദുർബല സ്ഥാനാർത്ഥിയായിരിക്കും CPM നിർത്തുക. ഇതൊക്കെ കൃത്യമായി അറിഞ്ഞു തന്നെ BJP വിജയിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് അൻവറിൻ്റെ ഇത്തരമൊരു പ്രസ്താവന എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.